അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എല്ലാം അറിയാമെന്നാണ് വിചാരം. നികുതികൾ, താരിഫുകൾ, കരാറുകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സംഭവങ്ങൾ തെളിയിക്കുന്നത് മറ്റൊരാൾ കൂടി അദ്ദേഹത്തിന് മുകളിലുണ്ട് എന്നാണ്. ഓഹരി വിപണിയായാലും ബോണ്ട് വിപണിയായാലും വിപണികൾ ട്രംപിൻ്റെ പല പ്രഖ്യാപനങ്ങളും തിരുത്തിക്കാൻ പ്രേരിപ്പിച്ചു. ട്രംപിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ വിപണിയെ പിടിച്ചുലച്ചു. പിന്നീട് അത് തിരുത്തിയെഴുതാൻ അദ്ദേഹം നിർബന്ധിതനായി. ഇത് ഓഹരി ഉടമകളെയും നിക്ഷേപകരെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കി. ചൈനയിൽ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന സെമി കണ്ടക്ടറുകൾക്കും മറ്റ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും 125% നികുതി ഇളവ് നൽകുമെന്ന് ട്രംപ് ആദ്യം പറഞ്ഞു. പിന്നീട് അദ്ദേഹം അത് മാറ്റി. ഈ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് ഉണ്ടാകില്ലെന്നും എന്നാൽ അവയെ മറ്റൊരു നികുതി വിഭാഗത്തിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. എപ്പോഴാണ് ഇത് നടപ്പിലാക്കുക എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് അധികം വൈകാതെ എന്നാണ്. ആളുകൾക്ക് ഇതിനെ ഒരു പുതിയ ക്യാച്ച് ഫ്രേസ് ആയി കണക്കാക്കുന്നു. 25 വർഷം മുമ്പ് പുറത്തിറങ്ങിയ ഹേരാഫേരി എന്ന സിനിമയിലെ ഒരു രംഗം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ബാബു റാവു ഗൺപത് റാവു ആപ്തെ ഘട്ടക് സിംഗിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. പൈസ തു ആജ് ഹേ കൽ നഹി ഹേ പർസു ഹേ. പൈസ ഇന്നുണ്ട്, നാളെയില്ല, മറ്റന്നാൾ എന്തായാലും ഉണ്ടാകും. ഇവിടെ പൈസക്ക് പകരം താരിഫ് എന്ന് വെച്ച് നോക്കിയാൽ ട്രംപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാം. താരിഫുകൾ ഇന്നുണ്ടാകും, നാളെ ഉണ്ടാകില്ല, മറ്റന്നാൾ ഉറപ്പായും ഉണ്ടാകും എന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിലും മോശമായ കാര്യം എന്തെന്നാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഒരു കാര്യത്തിലും വ്യക്തതയോ തീരുമാനങ്ങളോ ഇല്ല. ട്രംപ് ഒരു കാര്യം പറയുന്നു, അരമണിക്കൂർ ശേഷം വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് മറ്റൊന്ന് പറയുന്നു. വൈറ്റ് ഹൗസ് ഒരു പ്രസ്താവന ഇറക്കുന്നു. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റോ, സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹസറ്റോ വേറെ എന്തെങ്കിലും പറയുന്നു. ഇതിനിടയിൽ എലോൺ മസ്കിനെ എങ്ങനെ മറക്കാൻ കഴിയും? ഇവിടെ ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്? ചെറിയ ബിസിനസ്സുകാർക്കാണ് ഇതിൽ കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത്. ജഗഡ കിസിക ബിഹോ ബേവജ മർത്ത മെഹിഹുൻ, അതായത് ആര് തമ്മിലടിച്ചാലും കാരണമില്ലാതെ ഞാൻ മരിക്കുന്നു എന്ന എ വെനസ്ഡേ എന്ന സിനിമയിൽ നസറുദ്ദീൻ ഷായുടെ ഡയലോഗ് പോലെയാണ് ചെറുകിട വ്യവസായികളുടെ അവസ്ഥ. അമേരിക്കയും ചൈനയും തമ്മിലുള്ള കച്ചവട തർക്കത്തിൽ സാധാരണക്കാരായ കച്ചവടക്കാർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. പല മാസത്തെയും ഏണിംഗ് ബിഫോർ ടാക്സ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലാതാകുന്നു എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ബിസിനസ്സുകൾ വികസന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ച് പണം സ്വരൂപിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല. US ഓഹരി വ്യാപാരികളും കഷ്ടപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 5 ദിവസത്തെ ഡോ ജോൺസ്, S&P 500 അല്ലെങ്കിൽ നസ്ഡാക്ക് എന്നിവയുടെ ഇൻട്രാഡേ ചാർട്ടുകൾ നോക്കിയാൽ ഇത് വ്യാപാരികളുടെ ശവപ്പുറമാണെന്ന് മനസ്സിലാക്കാം. ഒരു ദിവസത്തെ ട്രേഡിങ്ങിലൂടെ ഉപജീവനം നടത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്ന് 1500 പോയിന്റ് വരെ താഴ്ന്ന ഡൗ ജോൺസ് മിനിറ്റുകൾക്കുള്ളിൽ 3000 പോയിന്റ് വരെ ഉയർന്നു. വിഷയം അറിയേണ്ടവർക്കറിയാം. എന്നാൽ മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് വിചാരിച്ച് ഷോർട്ട് പൊസിഷൻ എടുത്ത സാധാരണ വ്യാപാരിക്ക് ഇത് വലിയ നഷ്ടം വരുത്തി. ജൂദാ സുങ്ഹാവോ യാ സദാ ഹുവാ പ്യാസ് ഹോസ്റ്റു ഇൻകോ ഇന്റർവെൽ കെ ബാത് ഹി ആയേഗ, അതായത് ഇടവേള കഴിഞ്ഞ് ഇവർക്ക് ബോധം വരൂ എന്ന 1998 റിലീസായ ദുൽഹെ രാജ എന്ന സിനിമയിലെ ഡയലോഗ് പോലെയാണ് കാര്യങ്ങൾ. താരിഫ് നാടകത്തിന് ഒരു 90 ദിവസത്തെ ഇടവേള നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇത് സിനിമാ തിയേറ്ററുകളിലെ ഇടവേള പോലെയാണ്. അവിടെ സോപ്പുകളുടെയും ലൈറ്റ് ബൾബുകളുടെയും പരസ്യങ്ങൾക്ക് പകരം സിനിമയുടെ ട്രെയിലറുകൾ കാണിക്കുന്നു. അതുപോലെ ഈ ഇടവേളകളിലും താരിഫ് വിഷയങ്ങൾ പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. ഓട്ടോ, ഫാർമ, സെമി കണ്ടക്ടർ തുടങ്ങിയ വ്യവസായങ്ങൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള പ്രസിഡന്റിൻ്റെ കയ്യിൽ അവരുടെ ഭാവി കാത്തിരിക്കുകയാണ്. അദ്ദേഹം 3 മാസത്തിനുള്ളിൽ ആഗോള വ്യാപാരത്തെ കീഴ്മേൽ മറിച്ചു. ഈ സമയത്ത് നമുക്ക് ഹസരത് ജയ്പൂരിയുടെ വരികൾ ഓർക്കാം. യഹാൻ കൽ ക്യാഹോ കിസ്നെ ജാന, നാളെ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കറിയാം. ഇതെല്ലാം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ട്രംപിൻ്റെ ഓരോ പ്രസ്താവനകളും വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് ചെറുകിട കച്ചവടക്കാരെയും ഓഹരി ഉടമകളെയും ഒരുപോലെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.